ഹലോ ഫ്രണ്ട്സ്, 90കളിലെ ബോളിവുഡ് സിനിമാ പ്രേമികളുടെ ഹൃദയം കവർന്ന ഒരു എവർഗ്രീൻ പ്രണയചിത്രമാണ് ദിൽ ഹേ ക്യേ മാൻതാ നഹീ. ചോക്ലേറ്റ് ഹീറോ ലുക്കിൽ തിളങ്ങി നിന്ന ആമിർ ഖാൻ പരുക്കനായ പത്രപ്രവർത്തകൻ രഘു ജെറ്റ്ലിയായി തകർത്ത് അഭിനയിച്ച ഈ ചിത്രത്തിൽ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി വീട്ടിൽ നിന്നും ഒളിച്ചോടുന്ന കോടീശ്വരന്റെ മകൾ പൂജ ആയി വരുന്നത് സുന്ദരിയായ പൂജ ഭട്ടാണ്. മകളെ ജീവനതുല്യം സ്നേഹിക്കുന്ന പൂജയുടെ അച്ഛൻ ധരംചന്ദായി ബോളിവുഡിലെ അനുപം ഖേർ സ്ക്രീനിൽ വിസ്മയം തീർത്തു. പൂജ ആദ്യം പ്രണയിക്കുന്ന പണത്തോട് ആർത്തിയുള്ള സിനിമാ താരം ദീപക് കുമാർ എന്ന കഥാപാത്രത്തെ സമീർ ചിത്രയെയാണ് അവതരിപ്പിച്ചത്. മുംബൈയിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള ഇവരുടെ രസകരമായ യാത്രാമധ്യേ രഘുവും പൂജയും തമ്മിലുള്ള മനോഹരമായ പ്രണയവുമാണ് ഈ സിനിമയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു ചെറിയ കപ്പൽ കാണിക്കുന്നു. അവിടെ പണക്കാരനായ ഒരു ബിസിനസ്സുകാരൻ ധരംചന്ദിനെയും അദ്ദേഹത്തിന്റെ മകൾ പൂജയെയും നമ്മൾ കാണുന്നു. പൂജ ഒരു സൂപ്പർ സ്റ്റാറായ ദീപക് ശർമ്മയുമായി പ്രണയത്തിലാണ്. അവൾക്ക് അയാളെ വിവാഹം കഴിക്കണം. ധരംചന്ദിന് ദീപകിനെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അദ്ദേഹം ഈ ബന്ധത്തെ എതിർത്തു. ഇത് പൂജയും അവളുടെ അച്ഛനും തമ്മിൽ അകൽച്ചയ്ക്ക് കാരണമാകുന്നു. ദീപകിനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമുള്ള പൂജ ആ കപ്പലിൽ നിന്ന് കടയിലേക്ക് എടുത്ത് ചാടുന്നു. എന്നിട്ട് അവിടെ നിന്ന് നീന്തി അവൾ ഒരു കരയിൽ കയറുന്നു. കരയിലെത്തുമ്പോൾ അവിടെ കുറേ മത്സ്യത്തൊഴിലാളികൾ ഡാൻസ് കളിക്കുന്നത് കാണുന്നു. അങ്ങനെ അതിലൊരാളുണ്ടായിരുന്നു. അയാളെ പാട്ടിലാക്കി അവളുടെ ഒരു സ്വർണ്ണമാലയൊക്കെ ഊരി കൊടുത്ത് അവളുടെ അച്ഛൻ്റെ അസിസ്റ്റന്റിൽ നിന്നും രക്ഷപ്പെടുന്നു. പൂജ ഒളിച്ചോടിയ കാരണം ധരംചന്ദ് അവളെ കണ്ടുപിടിക്കാനായി 2 ഡിറ്റക്റ്റീവുകളെ ഏർപ്പാടാക്കുന്നു. പിന്നീട് പൂജ ദീപകിന്റെ സെക്രട്ടറിയെ ഫോൺ ചെയ്യുകയും ദീപക് ഒരു ഷൂട്ടിങ്ങിനായി ബാംഗ്ലൂരിലേക്ക് പോവുകയാണെന്നും അറിയുന്നു. അങ്ങനെ അവൾ യാത്രക്കുള്ള പണം കണ്ടെത്താനായി അവളുടെ മോതിരവും കമ്മലും വിൽക്കുന്നു. ബാംഗ്ലൂരിലേക്ക് പോകാനായി അവൾ ബസ് സ്റ്റേഷനിൽ എത്തുന്നു. അവിടെ എത്തിയതിനു ശേഷം തന്റെ അച്ഛൻ ഏർപ്പാടാക്കിയ 2 ഡിറ്റക്റ്റീവുകളെ അവൾ കാണുന്നു. പിന്നെ നമ്മൾ കാണുന്നത് രഘു ജെറ്റ്ലി എന്ന ഡെയിലി തൂഫാൻ മാഗസിനിലെ ഒരു പത്രപ്രവർത്തകനെയാണ്. അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. ജോലി തിരികെ ലഭിക്കുന്നതിനായി അദ്ദേഹം തന്റെ ബോസിനെ വിളിക്കുന്നു. മാഗസിന്റെ ഉടമസ്ഥൻ അദ്ദേഹത്തെ വല്ലാതെ കളിയാക്കുന്നു. ഒരു നിലവാരവും ഇല്ലാത്ത ന്യൂസൊക്കെയാണ് നീ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ജെറ്റ്ലിയെ കളിയാക്കുന്നത്. അതിനുശേഷം അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പൂജ ഡിറ്റക്റ്റീവുകളെയൊക്കെ കണ്ണു വെട്ടിച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ എത്തുകയാണ്. എന്നിട്ട് ബസ്സിൽ കയറിയപ്പോൾ രഘുവും അവിടെ ഉണ്ടായിരുന്നു. രഘുവിൻ്റെ സീറ്റിലാണ് പൂജ ഇരിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര സ്റ്റണ്ടാകുന്നു. അങ്ങനെ അവർ ആ സീറ്റിൽ ഒരുമിച്ചിരിക്കുന്നു. കണ്ടക്ടർ അവരോട് അവർ ഒരുമിച്ചിരിക്കാൻ പറയുന്നു. വേറെ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2 പേർ കൂടി ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടി വരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ദീപക് കുമാറിനെയാണ്. പൂജ തന്നെ തേടി ഒളിച്ചോടി എന്ന വാർത്ത അറിഞ്ഞിട്ടോ ദീപകിന് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അവൻ തന്റെ സുഹൃത്തിനോട് വളരെ അഹങ്കാരത്തോടെയാണ് സംസാരിക്കുന്നത്. എന്റെ പ്രണയവലയിൽ വീഴുന്ന 3ാമത്തെ പെൺകുട്ടിയാണ് പൂജ. എന്റെ പേര് ദീപകുമാർ എന്നാണ്. ഞാൻ സ്ത്രീകളുടെ ഹൃദയം കവരുന്നവനാണ് എന്ന് അവൻ സ്വയം പുകഴ്ത്തുന്നു. ഇതിൽ നിന്ന് തന്നെ പൂജയോട് അവനുള്ളത് വെറും ഒരു കപട പ്രണയമാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകും. തുടർന്ന് അവൻ പറയുന്ന ഡയലോഗുകൾ അവന്റെ സ്വാർത്ഥത പൂർണ്ണമായി പുറത്തു കൊണ്ടുവരുന്നു. അവൻ പൂജയെ സ്നേഹിക്കുന്നത് അവളോടുള്ള താല്പര്യം കൊണ്ടല്ല, മറിച്ച് അവളുടെ അച്ഛൻ ധരംചന്ദിന്റെ കോടികളുടെ സ്വത്ത് കണ്ടിട്ടാണ്. ഒരു കോടീശ്വരന്റെ മകളെ സ്വന്തമാക്കാൻ ഞാൻ എത്രയെങ്കിലും ചെലവഴിക്കാൻ തയ്യാറാണ് എന്ന് അവൻ സുഹൃത്തിനോട് സമ്മതിക്കുന്നു. പൂജയെ വിവാഹം കഴിക്കുന്നതിലൂടെ അവളുടെ അച്ഛനായ ധരംചന്ദിനെ തകർക്കുക എന്നതാണ് ദീപകിന്റെ പ്രധാന ലക്ഷ്യം. ഒരിക്കൽ ഞാൻ പൂജയെ കല്യാണം കഴിച്ചാൽ പിന്നീട് ആ ധരംചന്ദിനെ ഞാൻ എൻ്റെ താളത്തിനൊത്ത് തുള്ളിക്കും എന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. അങ്ങനെ ബസ് യാത്രക്കിടെ ചായ കുടിക്കാനായി ബസ് ഒരു വഴിയരികിലെ ചായക്കടയിൽ നിർത്തി. അപ്പോൾ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പൂജ അവിടെ ഇരുന്നിട്ട് കണ്ണാടിയിൽ നോക്കി മേക്കപ്പ് ചെയ്യുകയായിരുന്നു. ഈ സമയത്ത് രഘു പൂജയെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പൂജ മേക്കപ്പിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ആ നിമിഷ നേരം കൊണ്ട് ഒരു കള്ളൻ വന്ന് അവളറിയാതെ അവളുടെ ബാഗ് അടിച്ചു മാറ്റി ഓടി. പൂജ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പുറത്തു നിന്ന രഘു കള്ളൻ ഓടുന്നത് കൃത്യമായി കാണുകയും പെട്ടെന്ന് കള്ളൻ്റെ പിന്നാലെ ഓടാനും തുടങ്ങുന്നു. രഘു പാഞ്ഞു വരുന്നത് കണ്ട് പൂജ ഞെട്ടുന്നുണ്ട്. ഇവൻ എന്താ ഇങ്ങനെ ഓടി വരുന്നത് എന്ന് അവൾ ചിന്തിച്ചു. രഘു കള്ളൻ്റെ പിന്നാലെ കുറേ ഓടിയെങ്കിലും ബാഗ് കിട്ടിയില്ല. ഓടി തിരിച്ചു വന്ന രഘു പൂജയോട് അവളുടെ പേഴ്സ് കള്ളൻ കൊണ്ടുപോയി പറഞ്ഞു. ഇത് കേട്ട പൂജ ആകെ പരിഭ്രാന്തിയിലാകുന്നു. എൻ്റെ പേഴ്സ് പോയോ, എൻ്റെ പണമെല്ലാം അതിലായിരുന്നു, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു ബഹളം വെക്കാൻ തുടങ്ങും. അവളെ സഹായിക്കാൻ വേണ്ടി രഘു നമുക്ക് എന്നാൽ പോലീസിൽ പരാതിപ്പെടാമെന്ന് പറയുമ്പോൾ പൂജ പെട്ടെന്ന് അത് വേണ്ടെന്ന് വെക്കുന്നു. പോലീസിൽ അറിയിക്കേണ്ട യാതൊരു ആവശ്യമില്ല, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ അവൾ പറയുന്നു. അപ്പോഴും രഘുവിന് കാര്യം മനസ്സിലായില്ല. ഒളിച്ചോടിയ പൂജ കാമുകനായ ദീപകുമാറിൻ്റെ അടുത്തെത്തിയിട്ടില്ലെന്ന് അസിസ്റ്റന്റ് ധരംചന്ദിനോട് ഒന്ന് പറയുന്നു. ഞാൻ ദീപകിൻ്റെ എല്ലാ ഫോൺ കോളുകളും ചോർത്തുന്നുണ്ട്. അവൻ ഇപ്പോൾ ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. ദീപകിൻ്റെ അടുത്തെത്തിയിട്ടില്ലെങ്കിൽ അവൾ എവിടെ പോയിരിക്കും? എൻ്റെ മോൾ ബോംബെ ബാംഗ്ലൂർ ഹൈവേയുടെ ഈ ഭാഗത്ത് എവിടെയുണ്ടെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അവൾക്കായി 200ഓളം ആളുകൾ ഹൈവേയിൽ തിരച്ചിലിനായി വെച്ചിട്ടുണ്ട് എന്ന് അസിസ്റ്റന്റ് പറയുന്നു. പിന്നെ അസിസ്റ്റന്റ് പുതിയ ഐഡിയ മുന്നോട്ട് വെക്കുന്നു. പൂജയുടെ ഫോട്ടോ സഹിതം അവളെ കാണാനില്ലെന്ന വാർത്ത റേഡിയോ, ടെലിവിഷൻ, പത്രത്തിൽ നമുക്ക് കൊടുക്കാം. കൂടാതെ അവളെ കണ്ടെത്തുന്ന ആൾക്ക് 1 ലക്ഷം രൂപയും കൊടുക്കാം. ഇത് കേട്ടപ്പോൾ ധരംചന്ദിന് ആകെ സന്തോഷമാകുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ ഫോട്ടോ പത്രത്തിൽ കൊടുക്കുന്നു. പിന്നെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പൂജയുടെ പേഴ്സ് അടിച്ചു മാറ്റിയ ആ കള്ളൻ നേരെ അവൻ്റെ താവളത്തിൽ ബോസിൻ്റെ അടുത്ത് എത്തുന്നതാണ്. കള്ളൻ നേരെ സന്തോഷത്തോടെ ബോസിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ബോസ്, എന്നെ ഓർത്ത് നിങ്ങൾ ഇന്ന് വലിയ അഭിമാനം തോന്നും എന്ന് പറഞ്ഞാണ് പേഴ്സ് കൊടുക്കുന്നത്. എന്നാൽ ബോസ് ആ പേഴ്സ് തുറന്ന് നോക്കുമ്പോൾ അതിൽ വെറും 4000 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ട് ബോസ് നിരാശനാകുന്നു. എപ്പോഴും നമ്മൾക്ക് ഇതുപോലുള്ള ചെറിയ തുകകൾ മാത്രമേ കിട്ടാറുള്ളൂ എന്നും വലിയ വലിയ ഇരകളെ മുഴുവൻ അടിച്ചു മാറ്റുന്നത് മറ്റുള്ള കള്ളന്മാരും എന്നും പറയുന്നു. എന്നിട്ട് ആ കള്ളന് പൂജയുടെ അച്ഛൻ പത്രത്തിൽ കൊടുത്ത ആ പരസ്യം ആ കള്ളന് ബോസ് കാണിക്കുന്നു.
ഈ പെൺകുട്ടിയെ കൊടുക്കുന്നവർക്ക് 1 ലക്ഷം രൂപയാണ് പ്രതിഫലം കൊടുത്തിട്ടുള്ളത് എന്ന് കാണിച്ചു കൊടുക്കുന്നു. ഈ പെൺകുട്ടിയെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറി പറഞ്ഞേനെ. ഫോട്ടോ കണ്ട കള്ളൻ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് പറഞ്ഞു, ബോസ്, ഇത് ഞാൻ ബസ്സിൽ വെച്ച് കണ്ട അതേ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ പേഴ്സാണ് ഞാൻ തട്ടിയെടുത്തത്. എന്നാൽ ബോസ് അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. നിനക്ക് കാണുന്ന പെണ്ണുങ്ങളെല്ലാം ഒരുപോലെ തോന്നും എന്ന് പറഞ്ഞ് ബോസ് അവനെ കളിയാക്കുന്നു. ഞാൻ കണ്ടത് കൃത്യമാണെന്ന് ബോസിനെ ബോധ്യപ്പെടുത്താൻ അവൻ ആ തെളിവൊക്കെ പറയുന്നു. അവളുടെ കൂടെ ഒരു പയ്യനുണ്ട്. അപ്പോൾ പത്രത്തിലെ വിവരങ്ങൾ കൊടുത്തപ്പോൾ ബോസിന് ഇത് ശരിയാണെന്ന് തോന്നുന്നു. കള്ളൻ ബോസിനോട് സത്യം ചെയ്ത് പറയുന്നു, ഇത് തന്നെയാണ് ആ പെൺകുട്ടി എന്ന്. അങ്ങനെ ബോസിന് സന്തോഷമാകുന്നു. അപ്പോൾ ബോസ് പറഞ്ഞു, 5 ലക്ഷം രൂപ ഇവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് തട്ടിയെടുക്കണം. വാ, നമുക്ക് ഉടനെ പുറപ്പെടാം എന്ന് പറഞ്ഞ് പൂജയെയും രഘുവിനെയും തിരഞ്ഞ് അവർ ഇറങ്ങുന്നു. അങ്ങനെ നെക്സ്റ്റ് സീനിൽ കാണുന്നത് വഴിയോരത്ത് ബസ് നിർത്തുമ്പോൾ 20 മിനിറ്റിനുള്ളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കണ്ടക്ടർ പറയുന്നു. ഈ സമയത്ത് പൂജ രഘുവിൻ്റെ തോളിൽ കിടന്നുറങ്ങുകയായിരുന്നു. എന്നിട്ട് രഘു അവളെ തട്ടി ഉണർത്തി. അവളൊന്ന് നടക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങുന്നു. എന്നിട്ട് കണ്ടക്ടറോട് പറയുന്നു, ഞാൻ വരാൻ വൈകിയാൽ കാത്തു നിൽക്കണമെന്നും പറഞ്ഞു. അപ്പോൾ അവളൊരു അധികാരത്തോടെ പറഞ്ഞു, എന്നെ കാത്തു നിന്നേ പറ്റൂ, ഞാനിപ്പോൾ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടക്ടറോട് പറയുമ്പോൾ കണ്ടക്ടർ ഇത് എന്ത് പെൺകുട്ടിയാണ് ഇതെന്നൊക്കെ അവൾ നോക്കി പറയുന്നു. രഘുവിനോടാണ് കണ്ടക്ടർ അങ്ങനെ പറഞ്ഞത്. പിന്നെ പൂജ അവിടെയൊക്കെ നടന്നു ചുറ്റി കാണുമ്പോൾ പെട്ടെന്ന് നല്ലൊരു മനോഹരമായ ഒരു പാട്ട് വരുന്നു. ആ പാട്ടൊക്കെ കഴിയുമ്പോൾ പൂജ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. പെട്ടെന്ന് അവൾ ഞെട്ടി ഉണർന്നിട്ട് ബസ് എവിടെയെന്ന് നോക്കുന്നു. ബസ് അപ്പോൾ പോയിട്ടുണ്ടാകും. ബസ് പോയ വിവരം അറിഞ്ഞ് പൂജ അവിടെയുള്ള ആളോട് അടുത്ത വണ്ടി എപ്പോഴാണെന്ന് ചോദിക്കുന്നു. ഇനി വൈകുന്നേരം 8 മണിക്ക് മാത്രമേ അടുത്ത ബസ്സുള്ളൂ എന്ന് അയാൾ പറയുമ്പോൾ പൂജ ആകെ ഞെട്ടിപ്പോകുന്നു. കാരണം 12 മണിക്കൂർ അവൾക്ക് ആ വഴിയിൽ കാത്തു നിൽക്കേണ്ടി വരും. രാവിലെയും രാത്രിയുമാണ് ആ റൂട്ടിൽ ബസ്സുള്ളത്. ഞാൻ കാത്തു നിൽക്കാൻ പറഞ്ഞിട്ടും ബസ് കാത്തു നിന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. ഈ ബസ്സുകൾക്കൊന്നും ഒരു കൃത്യമായ സമയവുമില്ല എന്നും പറയുന്നു. പെട്ടെന്നാണ് അവൾ രഘുവിനെ കാണുന്നത്. രഘു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്കും ബസ് നഷ്ടപ്പെട്ടു എന്ന് രഘു പറയുന്നു. പൂജ തൻ്റെ സ്വഭാവം അനുസരിച്ച് വീണ്ടും വഴക്കിന് തുടക്കമിടുന്നു. എൻ്റെ കാരണം കൊണ്ടാണ് നിനക്ക് ബസ് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വരണ്ട എന്ന് അവൾ മുൻകൂട്ടി പറയുന്നു. ഞാൻ അത് തന്നെയാണ് പറയാൻ വന്നതെന്നും രഘു പറയുന്നു. കഴിഞ്ഞ സീനിൽ നമ്മൾ കണ്ടല്ലോ, രഘുവിൻ്റെ തോളിൽ തല ചായ്ച്ചുറങ്ങുകയായിരുന്നല്ലോ പൂജ. അവൻ വീണ്ടും അത് ഓർമ്മിപ്പിച്ചപ്പോൾ പൂജക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ നിന്റെ തോളിൽ ഉറങ്ങി എന്ന് കരുതി നിന്റെ മനസ്സിൽ വല്ലാതെ ലഡു പൊട്ടണ്ട, നിന്റെ മനസ്സിൽ വേറെ ചിന്തകളും വേണ്ട എന്ന് അവൾ രഘുവിനോട് മുന്നറിയിപ്പ് നൽകി. എനിക്ക് നിന്റെയോ മറ്റവരുടെയോ സഹായമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ തൻ്റെ അഹങ്കാരം കാണിക്കുന്നു. അപ്പോൾ പൂജ ബസ്സിൽ ഉപേക്ഷിച്ചു പോയി ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ വേണ്ടി രഘു അവളുടെ അടുത്തേക്ക് വരികയാണ്. ടിക്കറ്റ് കൊടുക്കുന്നതിനോടൊപ്പം രഘു അവളുടെ യഥാർത്ഥ പേര് വിളിക്കുന്നു. മിസ് പൂജ തരംചന്ദ്. പെട്ടെന്ന് ഞെട്ടിപ്പോയ പൂജ ഞാൻ ആളല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും രഘു വിട്ടു കൊടുക്കുന്നില്ല. ഞാനൊരു മണ്ടനല്ലെന്നും എല്ലാ പത്രങ്ങളിലും നിന്റെ ഫോട്ടോയും 1 ലക്ഷം രൂപയുടെ വമ്പൻ ഇടപാടും വന്ന വിവരം അവൻ അവളോട് പറയുന്നു. ആ ന്യൂസ് പേപ്പറും അവൻ കാണിച്ചു കൊടുക്കുന്നു. പൂജ ഒളിച്ചോടി പോകുന്നത് നടൻ ദീപകുമാറിൻ്റെ അടുത്തേക്കാണെന്ന് മനസ്സിലാക്കിയ രഘു അവളെ നന്നായി പരിഹസിക്കുന്നു. ദീപക് വഞ്ചകനായ ഒരു മനുഷ്യനാണെന്നും പൂജ ഒരു വലിയ മണ്ടിയാണെന്നും അവൻ പറയുന്നു. അവരിരുവരും തമ്മിലുള്ള കൂട്ടുകെട്ടിന് വിവാഹങ്ങൾ സ്വർഗത്തിൽ നിശ്ചയിക്കപ്പെടുന്നു എന്ന പഴഞ്ചൊല്ല് പറഞ്ഞ് രഘു കളിയാക്കുന്നു. ഇനി കിട്ടുന്ന ആദ്യത്തെ ബസ്സിൽ തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവൻ പൂജയോട് ആവശ്യപ്പെടുന്നു. പക്ഷേ ആ ഉപദേശമൊക്കെ പൂജ തള്ളിക്കളയുന്നു. തൻ്റെ രഹസ്യം പുറത്തായെന്ന് മനസ്സിലാക്കിയ പൂജ പെട്ടെന്ന് പ്ലാൻ മാറ്റുന്നു. എൻ്റെ അച്ഛനോട് വിവരം പറയരുതെന്നും അച്ഛൻ തരാമെന്ന് പറഞ്ഞ ആ 1 ലക്ഷം രൂപ ഞാൻ നിനക്ക് തരാമെന്നും അവൾ രഘുവിനോട് പറയുന്നു. എന്നെ എങ്ങനെയെങ്കിലും ബാംഗ്ലൂരിൽ എത്തിക്കാൻ അവൾ രഘുവിനോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ പണത്തിൻ്റെ അഹങ്കാരം കാണിക്കുന്ന പൂജയുടെ ഈ പെരുമാറ്റം രഘുവിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാ കാര്യങ്ങളും പണം കൊടുത്ത് വാങ്ങാമെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് രഘു അവളോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ രഘുവിനെ സമ്മതിക്കുന്നു. അവളെ ദീപകിൻ്റെ അടുത്ത് എത്താമെന്ന് സമ്മതിക്കുന്നു. രഘു പറഞ്ഞു, ബസ് കിട്ടണമെങ്കിൽ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടേക്ക് ഇനി 25 കിലോമീറ്റർ നടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അവൾ ആകെ ഞെട്ടിപ്പോയി. എങ്ങനെയെങ്കിലും എത്തിപ്പെടണം എന്ന് വെച്ചിട്ട് പൂജ നടക്കാൻ തുടങ്ങി. കുറച്ച് ദൂരം നടന്നപ്പോഴേക്കും അവൾ ആകെ തളർന്നു പോയിരുന്നു. നടന്നു മടുത്ത പൂജ ആ വഴി വരുന്ന ഏതെങ്കിലും വണ്ടിക്ക് ലിഫ്റ്റ് ചോദിക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ രഘു അതിന് സമ്മതിച്ചില്ല. ഈ കാട്ടുപ്രദേശത്ത് ഏതെങ്കിലും വണ്ടിയിൽ കയറുന്നത് അപകടമാണെന്ന് രഘുവിനെ അറിയാമായിരുന്നു. പക്ഷെ പൂജ രഘുവിൻ്റെ വാക്ക് കേൾക്കാൻ തയ്യാറാകാതെ വഴിയിൽ വണ്ടി തടയാൻ നിൽക്കുന്നു. അപ്പോഴാണ് ആ വഴി ഒരു ട്രക്ക് വരുന്നത്. ഒരു പെൺകുട്ടി ലിഫ്റ്റ് ചോദിക്കുന്നത് കണ്ട് അയാൾക്ക് വളരെ ഹാപ്പിയായി. അയാൾ പെട്ടെന്ന് വണ്ടി നിർത്തുകയും പൂജയോട് വണ്ടിയിൽ കയറാൻ പറയുകയും ചെയ്യുന്നു. രഘുവിനെ അവിടെ തനിച്ചാക്കി പൂജ ആ വണ്ടിയിൽ കയറി പോവുകയാണ്. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് ആ ഡ്രൈവറുടെ സ്വഭാവം മാറുന്നത്. ആ വിജനമായ റോഡിൽ വെച്ച് അയാൾ പൂജയോട് മോശമായി പെരുമാറാനും അവളെ ഉപദ്രവിക്കാനും ശ്രമിക്കുന്നു. താൻ വലിയൊരു അപകടത്തിലാണ് ചെന്നുപെട്ടിരിക്കുന്നത് എന്ന് പൂജക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. അവൾ വണ്ടിയിലിരുന്ന് നിലവിളിക്കാനും എങ്ങനെയും രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് കരയാൻ തുടങ്ങി. എന്നാൽ പൂജ വണ്ടിയിൽ കയറിയ നിമിഷം തന്നെ രഘുവും ആ വണ്ടീൻ്റെ ബേക്കിൽ കയറിയിരുന്നു. പൂജ ഒറ്റയ്ക്കിടാൻ അവനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അവൻ ആ ഡ്രൈവറെ കത്തി കാണിച്ച് പേടിപ്പിച്ചിട്ട് പൂജയും കൊണ്ട് അവന് രക്ഷപ്പെടുന്നു. രഘുവിനെ അനുസരിക്കുന്നത് നല്ലതെന്ന് പൂജക്കും തോന്നുന്നു. അവളുടെ ഈ വാശി കാരണം അവൾ വീണ്ടും വീണ്ടും അപകടത്തിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ അവർ ആ ബസ് സ്റ്റാൻഡിൽ എത്തുന്നു. അപ്പോൾ അവിടുത്തെ ഡ്രൈവർ പറയുന്നു, ബസ് പോകില്ല, അവിടെയുള്ള ഒരു പാലം തകർന്നിട്ടുണ്ട് എന്ന് പറയുന്നു.
ഏതോ ഒരു പാലം തകർന്നു എന്നറിയുന്നതോടെ അവർക്ക് ആ രാത്രി അവിടെയുള്ള ലോഡ്ജിൽ തങ്ങേണ്ടി വരുന്നു. എന്നാൽ അവിടെ ഒരു മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മുറി സ്വന്തമാക്കാൻ വേണ്ടി രഘു ഒരു ബുദ്ധി പ്രയോഗിക്കുന്നു. രജിസ്റ്ററിൽ താനും പൂജയും ഭാര്യയും ഭർത്താവുമാണെന്ന് അവൻ കള്ളം പറയുന്നു. റൂമിന്റെ ചാവി രഘുവിന് കൊടുത്തിട്ട് മാനേജർ പൂജയോട് പറയുന്നു, നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും നല്ലൊരു താമസം ആശംസിക്കുന്നു എന്ന് പറയുന്നു. ഇത് പൂജയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. മുറിയിലെത്തിയ ഉടൻ അവൾ രഘുവിനോട് ആകെ ചൂടാകുന്നു. മാനേജർ എന്താണ് പറഞ്ഞതെന്ന് നീ കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ രഘു വളരെ കൂളായി അതിനെ നേരിടുന്നു. ഞാൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് കൊണ്ടാണ് ഈ രാത്രി കിടക്കാൻ ഒരു മുറിയെങ്കിലും കിട്ടിയത്. അതിന് എന്നോട് നന്ദി പറയുകയാണ് നീ വേണ്ടത് എന്ന് രഘു അവളോട് പറയുന്നു. ഭാര്യയും ഭർത്താവുമായി അഭിനയിച്ച് മുറിയിലെത്തിയ ശേഷം പൂജ രഘുവിനോട് തർക്കി. അപ്പോഴാണ് രഘു തന്റെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുത്തുന്നത്. പൂജയോട് തനിക്ക് യാതൊരു താല്പര്യമില്ലെന്നും ഞാനൊരു റിപ്പോർട്ടറാണെന്നും അവൻ പറയുന്നു. എന്റെ പത്രത്തിന് വേണ്ടി വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് ചെയ്യുക മാത്രമാണ് എന്റെ ലക്ഷ്യമെന്ന് അവൻ അവളോട് പറയും. ഒരു കൊടിഷന്റെ മകൾ അവളുടെ കാമുകനെ തേടി ഒളിച്ചോടുന്ന കഥയിലെ ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ ഞാൻ നിന്നെ സഹായിക്കുന്നത്. പിന്നെ ദീപകിന്റെ അടുത്ത് ഞാൻ സുരക്ഷിതമായി എത്തി. പകരം ഈ യാത്രയിലെ മുഴുവൻ വാർത്തയും എനിക്ക് സ്വന്തമായി എഴുതാൻ അനുവദിക്കണം എന്നൊരു ഡീൽ അവൻ മുന്നോട്ട് വെക്കുന്നു. ഇത് കേട്ട് പൂജ ആകെ ഞെട്ടുന്നു. അവൾ പറയും, നീ ഒരു റിപ്പോർട്ടറാണോ? എന്നിട്ട് നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? ഇങ്ങനെ ഒരു വാർത്തക്കും വേണ്ടിയിട്ടാണോ എന്നെ ഈ റൂമിലേക്ക് നീ കൊണ്ടുവന്നത് എന്ന് പൂജ ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, നമ്മൾ രണ്ടുപേരുടെയും കയ്യിൽ പണമില്ലെന്ന് അവൻ ഓർമ്മിപ്പിക്കുന്നു. താല്പര്യമില്ലെങ്കിൽ ഈ മുറിയിൽ നിന്ന് നിനക്ക് പുറത്തു പോകാമെന്ന് അവൻ അവളോട് പറയുന്നു. കൂടാതെ രഘു പൂജയോട് പറഞ്ഞു, നീ കൂടുതൽ സ്മാർട്ടാകാൻ നോക്കിയാൽ നിന്റെ അച്ഛനെ വിളിച്ച് ആ 1,00,000 രൂപ ഞാൻ റിവാർഡ് വാങ്ങി ഞാൻ പോകും എന്ന് അവൻ പറയുന്നു. അപ്പോൾ പൂജയ്ക്ക് അവന്റെ മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങേണ്ടി വരുന്നു. അങ്ങനെ അവൾ പറയുന്നു, ഞാൻ ഇവിടെ ഉറങ്ങിക്കോളാം എന്ന് പറയുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നു, ഈ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് നീ എങ്ങനെ ഉറങ്ങാന്ന് ചോദിക്കുന്നു. അവളുടെ കയ്യിൽ ഡ്രസ്സോ ബാഗോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ രഘു അവന്റെ കയ്യിലുള്ള ഒരു തുണിയും ഷർട്ടും അവൾക്ക് കൊടുക്കുന്നു. അപ്പോഴും പൂജയ്ക്ക് നല്ല വാശി തന്നെയായിരുന്നു. അപ്പോൾ രഘു പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ചെറിയ വാർത്തയ്ക്ക് വേണ്ടി ഇത്രയും അധികം കഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. പിന്നെയാണ് നല്ലൊരു മനോഹരമായ പാട്ട് വരുന്നത്. അതിൽ പൂജ ദീപകിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇങ്ങനെ പാട്ട് പാടുന്നു. അപ്പോൾ രഘുവും അവളെ കളിയാക്കിയിട്ട് അവനക്കും കാമുകയുണ്ടെന്ന് വരുത്തി തീർത്തിട്ട് അവനും അതുപോലെ ഒരു പാട്ട് പാടുന്നു. അടുത്ത ദിവസം രാവിലെ രഘു പൂജയ്ക്ക് വേണ്ടിയിട്ട് ഡ്രസ്സും മറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്നു. എന്നിട്ട് അവളോട് വേഗം റെഡിയാവാൻ പറയുന്നു. ബാംഗ്ലൂരിലേക്കുള്ള അടുത്ത ബസ്സിന് വേണ്ടിയിട്ട് ലേറ്റ് ആക്കരുതെന്ന് പറയുന്നു. ആ സമയത്താണ് പൂജയുടെ അച്ഛൻ മകളെ കണ്ടെത്താൻ വേണ്ടി ഏർപ്പാടാക്കിയ പ്രൈവറ്റ് ഡിറ്റക്റ്റീവുകൾ അവർ നിൽക്കുന്ന ഹോട്ടലിൽ കൃത്യമായി എത്തുന്നത്. പൂജയെ അവർ പിടികൂടുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ രഘു വളരെ സമർത്ഥമായി സംസാരിച്ച് പൂജയും രഘുവും ആ 2 ഡിറ്റക്റ്റീവുകളെയും ഒന്നാന്തരം വിഡ്ഢികളാക്കി മാറ്റുകയും അവരുടെ കണ്ണു വെട്ടിച്ച് പൂജയെ അവിടെ നിന്നും സുരക്ഷിതമായി രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. അവരോട് ആരോ വന്ന് പറയുന്നു, 5 മിനിറ്റ് കൂടെയുള്ള ബസ് വരാനെന്ന്. അങ്ങനെ അവർ അവിടുന്ന് റെഡിയായപ്പോഴേക്കും ബസ് പോയി. ബസ് നഷ്ടപ്പെട്ടപ്പോൾ അവർ തീരുമാനിക്കുന്നു, ഇനി ഏതെങ്കിലും വണ്ടിക്ക് കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിക്കേണ്ടി വരുമെന്ന്. അങ്ങനെ പൂജ ഗർഭിണിയായി വേഷം കെട്ടുന്നു. ബസ് വീണ്ടും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ വഴിയിൽ പോകുന്ന ഏതെങ്കിലും വണ്ടിക്ക് കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിക്കുകയില്ലാതെ വേറെ വഴിയില്ലെന്ന് രഘു മനസ്സിലാക്കുന്നു. മുൻപ് പൂജയ്ക്ക് ഒറ്റയ്ക്ക് ലിഫ്റ്റ് ചോദിച്ചപ്പോൾ ഉണ്ടായ അപകടം അറിയാവുന്നതുകൊണ്ട് രഘു ഇവിടെ ഒരു മാസ്റ്റർ പ്ലാൻ ഇടുകയാണ്. വണ്ടിക്കാർക്ക് സംശയം തോന്നാതിരിക്കാൻ പൂജയെ ഒരു ഗർഭിണിയാക്കി അവതരിപ്പിക്കാൻ അവൻ തീരുമാനിച്ചു. അവളോട് ഈ ഐഡിയ പറഞ്ഞപ്പോൾ അവൾ വയറിൽ തുണി വെക്കുന്നു. ഈ ഐഡിയ രഘു പറഞ്ഞപ്പോൾ പൂജ തുണിയൊക്കെ വെച്ച് വയർ വലുതാക്കുന്നു. എന്നിട്ട് പൂജ ചോദിക്കുന്നു, ഇത് കണ്ടിട്ട് 9 മാസം തികഞ്ഞ ഗർഭിണിയെ പോലെ ഇല്ലേന്ന്. അപ്പോൾ രഘു പറഞ്ഞു, നിന്നെ കണ്ടിട്ട് 9 മാസമല്ല 18 മാസം ഗർഭിണിയാണെന്നേ തോന്നൂ എന്ന് പറഞ്ഞിട്ട് വയറ് കുറക്കുന്നു. അങ്ങനെ കൈ കാണിക്കുമ്പോൾ ഒരു യെല്ലോ കാറ് വണ്ടി നിർത്തുന്നു. അതിലൊരു ആൻറ്റി ആയിരുന്നു. അവർ ഈ ആൻറ്റിയോട് യഥാർത്ഥ ദമ്പതികളെ പോലെ സംസാരിക്കാൻ തുടങ്ങുന്നു. വരാൻ പോകുന്ന കുട്ടിയുടെ പേരിനെ ചൊല്ലിയാണ് അടുത്ത തർക്കം. പെൺകുട്ടിയാണെങ്കിൽ വേഗത്തിൽ ഓടുന്ന ഇന്ത്യയുടെ അഭിമാനമായ PT ഉഷ എന്നും ആണാണെങ്കിൽ ബോലാപ്രസാദ് എന്നും പേരിടുമെന്ന് പൂജ പറയുമ്പോൾ അത് രഘുവിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെ ഒരു പേരാണോ എന്ന് ചോദിച്ചിട്ട് അവൻ അവളോട് വഴക്കിടുന്നു. തൻ്റെ മകന് ബോലാപ്രസാദ് എന്ന് പേരിടുമെന്ന് പൂജ പറഞ്ഞതിനോട് രഘു ഒട്ടും യോജിക്കുന്നില്ല. തൻ്റെ കുടുംബത്തിൽ ആരും നിഷ്കളങ്കരല്ലെന്നും എല്ലാവരും ഭയങ്കര സ്മാർട്ടാണെന്നും അവൻ അവകാശപ്പെടുന്നു. എന്നാൽ പൂജ വിട്ടുകൊടുക്കാതെ അവനെ വീണ്ടും കളിയാക്കുന്നു. അപ്പോഴാണ് പൂജ പറയുന്നത്, ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് കൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കറെ പോലെയുള്ള മിടുക്കന്മാരായ മക്കളെ കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. അങ്ങനെ ആ വഴക്കിനിടയിൽ അവരൊരു ഹോട്ടലിന് മുന്നിൽ ഇറങ്ങുന്നു. തുടർന്ന് ഹോട്ടലിൽ എത്തുമ്പോഴാണ് അടുത്ത കോമഡിയും ടെസ്റ്റും ഉണ്ടാകുന്നത്. ഹോട്ടലിന് മുന്നിൽ എത്തുമ്പോൾ പൂജ പറയുന്നു, എനിക്ക് പൊറാട്ടയും ചീസ് ഓംപ്ലേറ്റും ഐസ്ക്രീം ഒക്കെ വേണമെന്ന് പറയുന്നു. രഘു പറയുന്നു, എനിക്ക് മുട്ടക്കറിയും ബിരിയാണിയും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവനും പറഞ്ഞിട്ട് ഹോട്ടലിനകത്തേക്ക് കയറി പോകുന്നു. പക്ഷേ എന്തെന്ന് വെച്ചാൽ രഘു അവൻ്റെ പേഴ്സ് എടുക്കാൻ മറന്നിട്ടാണ് വന്നിരുന്നത്. പൂജ അവനെ ദേഷ്യത്തോടെ സ്റ്റുപ്പിഡൊക്കെ എന്ന് വിളിച്ച് ദേഷ്യത്തോടെ എന്തൊക്കെ പറയും. അപ്പോൾ രഘു പറഞ്ഞു, നീ വലിയ ബുദ്ധിമതിയാണെന്നല്ലേ വിചാരം, നിന്നെ കണ്ടുമുട്ടിയത് മുതൽ എൻ്റെ കഷ്ടകാലം തുടങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൻ അവളോട് ദേഷ്യപ്പെടുന്നു. എന്നിട്ട് രഘു, ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് വിളിച്ച് പറയുന്നു. അങ്ങനെയാണ് ഈ രംഗം അവസാനിക്കുന്നത്. പൂജയെ കാണാതായതോടെ അവളുടെ അച്ഛൻ ധരംചന്ദ് ഭയങ്കരമായ സ്വപ്നങ്ങളൊക്കെ കണ്ട് ഞെട്ടി ഉണരുന്നു. തൻ്റെ മകളെ തിരികെ കിട്ടാൻ വേണ്ടി താൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ആ വഞ്ചകനായ ദീപകുമാറിൻ്റെ കാല് പിടിക്കേണ്ടി വരുന്നതായിട്ടാണ് അയാൾ ആ സ്വപ്നം കാണുന്നത്. ഉറക്കത്തിൽ പിടിച്ച് വിളിച്ച് അയാൾ തൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ കാലിലാണ് പിടിക്കുന്നത്. സാർ, നിങ്ങൾ എൻ്റെ കാലിലാണ് പിടിച്ചിരിക്കുന്നത് എന്ന് അസിസ്റ്റൻറ്റ് പറയുന്നു. ഞാൻ ദീപകുമാറിനെ പോയി കണ്ടോളാം എന്ന് പറയുമ്പോൾ അപ്പോഴാണ് ധരംചന്ദിന് ബോധം വരുന്നത്. തൻ്റെ മകൾ ഇപ്പോൾ പണമൊന്നുമില്ലാതെ തെരുവിൽ പട്ടിണി കിടക്കുകയായിരിക്കും എന്ന ചിന്ത ആ അച്ഛനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. തൻ്റെ ഈഗോ എല്ലാം മാറ്റിവെച്ച് മകൾക്ക് വേണ്ടി അയാൾ തോൽവി സമ്മതിക്കുകയാണ്. പൂജയെ വീട്ടിൽ തിരിച്ചെത്തിക്കാൻ വേണ്ടി വിഡ്ഢിയായ ദീപകുമാറുമായി
ഒത്തുതീർപ്പിന് ധരംചന്ദ് തയ്യാറാകുന്നു. അതാണ് നമ്മൾ ഈ സീനിൽ കാണുന്നത്. നെക്സ്റ്റ് സീനിൽ നമ്മൾ കാണുന്നത് പൂജയും രഘുവിനെയുമാണ്. അവർ ഓരോ വഴിയോരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. രഘുവിനും പൂജയ്ക്കും ഒരുപോലെ വിശക്കുന്നുണ്ട്. അപ്പോൾ രഘു ഒരു ചൂയിങ്ങം എടുത്ത് കഴിക്കാൻ നോക്കുമ്പോൾ പൂജ അവനെ നോക്കുന്നു. അപ്പോൾ ചെറിയൊരു കഷ്ണം രഘു അവൾക്കും കൊടുക്കും. അവർക്ക് ഇന്ന് ബസ് കിട്ടാത്ത കാരണം അവർക്ക് എവിടെയും തങ്ങേണ്ടി വരുന്നു. വിശന്നിട്ടാണെങ്കിൽ രണ്ടാൾ കയ്യിലും പേഴ്സുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പൂജ തൻ്റെ ആഡംബര ശീലങ്ങൾ കാരണം ഓരോന്നായി പരാതി പറയാൻ തുടങ്ങി. എനിക്ക് വിശക്കുന്നു, തലവേദന എടുക്കുന്നു, തണുക്കുന്നു, ഒടുവിൽ അബദ്ധത്തിൽ ചൂയിങ്ങൽ പോലും ഞാൻ വിഴുങ്ങി എന്ന് വരെ അവൾ പറയുമ്പോൾ രഘുവിന് ദേഷ്യം വരുന്നു. എൻ്റെ പരാതികൾ കേൾക്കാൻ ഞാൻ എന്താ പരാതി പുസ്തകമാണോ എന്ന് ചോദിച്ച് അവൻ അവളെ കളിയാക്കുന്നു. പോസിറ്റീവായി ചിന്തിക്ക്, നല്ലത് വരുമെന്ന് അവൻ പറയുന്നു. പെട്ടെന്ന് തന്നെ ഒരു മഴ പെയ്യുന്നു. അങ്ങനെ അവിടെയുള്ള ഷെഡിൽ കയറുന്നു. അവിടെ ഇരുന്ന ഒരു ബെഞ്ചിൽ അവൻ ഇരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന വൈക്കോലിലാണ് പൂജ ഉറങ്ങാൻ തീരുമാനിച്ചത്. അവിടെ ഒരു വൈക്കോല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിടക്കാൻ. എനിക്കിത് തീരെ പറ്റിയിട്ടില്ലെന്ന് പൂജ പരാതിപ്പെടുമ്പോൾ അപ്പോൾ രഘു ദേഷ്യത്തോടെ പറഞ്ഞെങ്കിൽ ഏതെങ്കിലും നരകത്തിൽ പോയിക്കോ എന്ന് പറയുന്നു. രഘു ദേഷ്യത്തോടെ പറയുന്നു, നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും ഇറങ്ങിപ്പോയിക്കോ. എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ കിടക്കാൻ അറിയാം. മാന്യമായി സംസാരിക്കാൻ അറിയാത്ത നാണമില്ലാത്തവൻ എന്ന് പൂജ അവനെ വിളിക്കുമ്പോൾ രഘു തൻ്റെ മാസ് ഡയലോഗ് അടിക്കുകയാണ്. നിന്റെ പണത്തിൻ്റെ അഹങ്കാരം എൻ്റെ മുന്നിൽ കാണിക്കണ്ട. നിന്നെപ്പോലുള്ള പണക്കാരികൾക്ക് ഉറങ്ങാൻ ഇതന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവൻ ആ ബെഞ്ചിൽ കിടക്കാൻ ഒരുങ്ങുന്നു. കിടക്കാൻ നല്ലൊരു സ്ഥലമില്ല, കഴിക്കാനൊന്നുമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ രഘു വഴക്ക് പറയും എന്നൊക്കെ സ്വയം പരിഭവം പറഞ്ഞ് പൂജ പിന്നോട്ട് തിരിയുമ്പോൾ അവിടെ രഘുവിനെ കാണുന്നില്ല. രഘു തന്നെ വിട്ടു പോയെന്ന് കരുതി അവൾ അവിടെയൊക്കെ നോക്കും. രഘു എന്ന് വിളിക്കുന്നു. പിന്നെ പെട്ടെന്ന് അവൾ ചുമരിലുള്ള ഒരു വലിയ പ്രതിമ കാണുന്നു. അപ്പോൾ അവൾക്ക് കൂടുതൽ പേടിയാവുന്നു. അവൾ കരഞ്ഞോടുമ്പോൾ രഘു പെട്ടെന്ന് അവളെ മുന്നിലെത്തുന്നു. അവൾ ആകെ പേടിച്ചു പോയിരുന്നു. രഘു അവളെ ശാന്തയാക്കാൻ നോക്കി. നിനക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി പോയതാണ് എന്ന് പറഞ്ഞവൻ. കുറച്ചു മുമ്പ് വരെ തനിക്ക് ഭയങ്കരമായി വിശക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം വെച്ച പൂജയ്ക്ക് രഘു എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഭക്ഷണം സംഘടിപ്പിച്ച് കൊണ്ടുവരുന്നപ്പോൾ അവളത് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. തനിക്ക് പേടിയാകുന്നു എന്നാണ് അപ്പോൾ അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പൂജയുടെ ഈ വിചിത്ര സ്വഭാവം കണ്ട് രഘുവിനെ ആകെ പട്ടുപിടിക്കുകയാണ്. ഈശ്വര, ഈ പെൺകുട്ടിയെ ഭ്രാന്ത് പിടിപ്പിക്കും എന്ന് തലയിൽ കൈവച്ച് പറയുന്നു അവൻ. ഈ സീനിലാണ് ആ മനോഹരമായ ഗാനം വരുന്നത്. അപ്പോൾ ഈ സീനിൽ നമുക്ക് വ്യക്തമാക്കാം രണ്ടുപേർക്കും ചെറിയ ഇഷ്ടങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നു തുടങ്ങിയെന്ന്. നെക്സ്റ്റ് സീനിൽ പൂജയും രഘുവും ബസ്സിന് വേണ്ടിയിട്ട് വഴിമധ്യേ നിൽക്കുമ്പോൾ പൂജയെ തട്ടിക്കൊണ്ടുപോകാൻ നടക്കുന്ന കള്ളന്മാരുടെ ഗ്യാങ് ഒരു വണ്ടിയിൽ വരുന്നത് കണ്ടു. അപ്പോൾ കൂടെയുള്ള കള്ളൻ അവൻ്റെ ബോസിനോട് പറയുന്നു, ആ പെൺകുട്ടിയുടെ പേഴ്സാണ് ഞാൻ അടിച്ചു മാറ്റിയത്, മറ്റേത് അവളുടെ കൂടെയുള്ള പയ്യനുമാണ് എന്ന് പറയുന്നു. രഘു അപ്പോൾ ലിഫ്റ്റിന് വേണ്ടി ആ കൈ കാട്ടുമ്പോൾ രഘുവിനെ വണ്ടി ഇടിച്ചിടുന്നു. അപ്പോൾ പൂജ രഘുവിൻ്റെ അടുത്തേക്ക് രഘു എന്ന് ഓടി ചെല്ലുമ്പോൾ കള്ളന്മാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ പൂജയ്ക്കും രഘുവിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. രഘു പെട്ടെന്ന് പൂജയെ കൈ പിടിച്ച് ആ ഒരു കാട്ടിലേക്ക് ഓടുന്നു. രഘുവും പൂജയും നിർത്താതെ ഓടുകയാണ്. പിന്നാലെ തന്നെ ഈ കള്ളന്മാരുമുണ്ട്. ഒരിടത്തും നിർത്താതെ ഓടുന്ന ഇവരെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ പണക്കാരനാവുക അത്ര എളുപ്പമുള്ള പണിയല്ല സഹോദര എന്ന് ആ ബോസ് കള്ളനോട് പറയുന്നുണ്ട്. ഈ സീനിലെ വലിയൊരു കോമഡിയാണിത്. പെട്ടെന്ന് രഘുവും പൂജയും ഈ കള്ളന്മാരുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഒരു കല്ലിൻ്റെ പിറകിൽ ഒളിച്ചു നിൽക്കുന്നു. ഈ കള്ളന്മാർ എന്തുകൊണ്ടാണ് നമ്മളെ പിന്തുടരുന്നത് എന്ന് പൂജ ചോദിക്കുന്നു. അപ്പോഴാണ് രഘു പറയുന്നത്, അതിലെ ഒരാളാണ് നിന്റെ വേഗം അടിച്ചു മാറ്റിയതെന്ന്. ചിലപ്പോൾ അവർ പത്രത്തിലുള്ള ന്യൂസ് കണ്ടിട്ടാവും നിന്നെ അന്വേഷിച്ച് വന്നത്. അവരുടെ കയ്യിൽ മാരകമായ തോക്കുണ്ടെന്ന് രഘു മനസ്സിലാക്കുന്നു. ഈ സമയത്ത് ഒരു പാമ്പ് അവരുടെ അടുത്തേക്ക് വരുന്നു. ഇത് കണ്ടിട്ട് പൂജ ആകെ പേടിച്ച് കരയുന്നു. രഘുവിന് ഒരു പേടിയും തോന്നില്ല. അവൻ പാമ്പിനെ പതുക്കെ അവിടുന്ന് ഓടിക്കുന്നു. ഇത് രക്ഷപ്പെടാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ അവർ തയ്യാറാക്കുന്നു. അവൻ്റെ തൊപ്പി മാത്രം അവിടെ കാണിക്കുമ്പോൾ അവൻ്റെ തലയാണെന്ന് കരുതി കള്ളന്മാർ വെടിവെക്കുമെന്നും കള്ളന്മാർ വെടിവെക്കും. ആ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ വെടിയേറ്റ് മരിച്ചതുപോലെ താഴെ വീണ് അഭിനയിക്കാമെന്നും അവൻ പൂജയോട് പറയുന്നു. രഘു മരിച്ചെന്ന് കരുതി പൂജ ഉറക്കെ നിലവിളിക്കുമ്പോൾ കള്ളന്മാർ അടുത്തേക്ക് വരുമെന്നും ആ സമയം നോക്കി അവരുടെ തോക്ക് രഘു തട്ടിയെടുക്കാമെന്നുമായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ കള്ളന്മാർ അവരെ രക്ഷപ്പെട്ടു എന്ന് കരുതി തിരിഞ്ഞു നടക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് പൂജയുടെ ഡ്രസ്സിൽ ഒരു ക്രോക്കോച്ചിനെ കാണുന്നത്. ക്രോക്കോച്ചിനെ കണ്ടിട്ട് രഘു പേടിച്ച് നിലവിളിക്കുന്നു. രഘു പേടിച്ചിട്ട് ആ കല്ലിലേക്ക് എടുത്തു ചാടുന്നു. അപ്പോൾ ഇത് കണ്ടതും കള്ളന്മാർക്ക് മനസ്സിലായി ഇവരവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. ആ കള്ളന്മാർ വെടിവെച്ചതും രഘു അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് താഴേക്ക് ചാടുന്നു. പാമ്പിനെ ഒട്ടും പേടിയില്ലാത്ത രഘുവിന് ചെറിയൊരു ക്രോക്രോച്ചിനെ പേടിയായിരുന്നു. ഒരു പാമ്പിനെ ധൈര്യത്തോടു കൂടി നേരിട്ട രഘുവിനെ ഒരു ചെറിയ ക്രോക്രോച്ചിനെ കണ്ടപ്പോൾ അവൻ്റെ ധൈര്യമൊക്കെ പോയി. അവന് ക്രോക്രോച്ചിനെ ഭയങ്കര പേടിയാണ്. ഈ സീന് കാണുമ്പോൾ നമുക്ക് ചിരി വരുന്നു. ഈ പ്ലാൻ അനുസരിച്ചിട്ട് രഘു അങ്ങനെ ചെയ്യുന്നു. ആ വെടി അവിടെയുള്ള കല്ലിൽ തട്ടി അവിടുന്ന് ഒരു കല്ല് തെറിച്ച് രഘുവിൻ്റെ തലയിൽ ചെന്നിരിക്കുന്നു. പെട്ടെന്ന് രഘുവിൻ്റെ ബോധം പോവുകയും അവൻ നിലത്ത് കിടക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടിട്ട് പൂജ കരുതിയത് ശരിക്കും അവൻ അഭിനയിച്ച് കിടക്കുക എന്നായിരുന്നു. കള്ളന്മാർ അടുത്തെത്തുന്ന ദൂരം കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ രഘു അവളോട് ആവശ്യപ്പെട്ടിരുന്നു. കള്ളന്മാർ അടുത്തെത്തും തോറും അവരുടെ കയ്യിലെ തോക്ക് കണ്ട് പൂജ ശരിക്കും ഭയപ്പെടാൻ തുടങ്ങുന്നു. കള്ളന്മാർ തൊട്ട് മുന്നിൽ എത്തിയപ്പോൾ പൂജ ആകെ പരിഭ്രാന്തിയിലായി. രഘുവിനെ വിളിച്ച് നിലവിളിക്കാൻ തുടങ്ങുന്നു. രഘു, നിന്റെ അഭിനയം നിർത്തി എഴുന്നേൽക്കും, അവർ ഇവിടെ എത്തി എന്ന് അവൾ ഉറക്കെ വിളിച്ചു പറയുന്നു. ഇത് കേട്ട കള്ളന്മാർ ഇതൊന്നും നോക്കാതെ
പെട്ടെന്ന് പൂജയെ അവിടെ ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നു. കള്ളന്മാർ പൂജയെ പിടിച്ചുകൊണ്ടു പോകാൻ നോക്കുമ്പോൾ പൂജ അവനെ വെടിത്തൊണ്ടൻ എന്ന മണ്ടൻ എന്നൊക്കെ വിളിച്ചു എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ രഘു ബോധം പോയി കിടക്കുകയാണെന്ന് പൂജക്ക് അറിയില്ല. പെട്ടെന്ന് ബോധം വന്നപ്പോൾ രഘു അവിടെ നോക്കുമ്പോൾ പൂജയെ കാണുന്നില്ല. അവൻ വേഗം റോഡിൻ്റെ അടുത്ത് എത്തുന്നു. എങ്ങോട്ട് പോയി എന്നുള്ള കൺഫ്യൂഷനിൽ അവനെ ആകെ ഇതാവുന്നു. കുറേ അടയാളങ്ങളൊക്കെ നോക്കുന്നു. പെട്ടെന്ന് പൂജയുടെ അച്ഛൻ ഏർപ്പാടാക്കിയ ഡിറ്റക്റ്റീവുകൾ അങ്ങോട്ട് വരുന്നത് കണ്ടു. അപ്പോൾ നിന്റെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവളെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറയുന്നു. അപ്പോൾ ഡിറ്റക്റ്റീവും രഘുവിനെ സഹായിക്കാമെന്ന് കരുതുന്നു. അങ്ങനെ അവർ ഒരുമിച്ചിട്ട് പൂജയെ പോയി രക്ഷിക്കുന്നു. പിന്നെ ആ സ്റ്റണ്ട് നടക്കുന്നതിനിടയിൽ രഘു പൂജയെ കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ശേഷം അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ മനോഹരമായ ഒരു പാട്ടുണ്ട്. ആ പാട്ടിൽ പൂജയും രഘുവും കൂടെ പിന്നീട് അപ്പോൾ അതിനുശേഷം അവിടെ മനോഹരമായ ഒരു പാട്ടുണ്ട്. ആ പാട്ടിനിടയിൽ ഡിറ്റക്റ്റീവുകളെ പറ്റിച്ചിട്ട് ആ കാറിൻ്റെ താക്കോലും കയ്യിലാക്കി അവർ വെല്ലവുന്ന സ്ഥലം. അവരങ്ങനെ സുരക്ഷിതമായി പോകുന്നതിനിടയിൽ പൂജ അവനോട് പറയുന്നു, എങ്കിലും എനിക്ക് വേണ്ടി നീ എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത് എന്ന്, നിനക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിലോ എന്ന് അവൾ രഘുവിനോട് ചോദിക്കുന്നു. അപ്പോൾ രഘു പറയുന്നു, ഞാൻ ജീവൻ പണയം വെച്ചില്ലായിരുന്നെങ്കിൽ ആ കള്ളന്മാർ നിന്നെ കൊന്നേനെ. അങ്ങനെ പോകുന്നതിനിടയിൽ പെട്ടെന്ന് അവരുടെ കാറിന് എന്തോ തകരാറ് സംഭവിക്കുന്നു. അടുത്ത സീനെ നമ്മൾ കാണുന്നത് പൂജയുടെ അച്ഛൻ ദീപകുമാറിനെ വിളിച്ചു വരുത്തുന്നതാണ്. തുടർന്ന് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തുകയും ചെയ്യുന്നു. അതിൽ വെച്ച് പൂജയുടെ വിവാഹം ദീപകുമായി നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന വിവരം അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഈ വാർത്ത ന്യൂസ് പേപ്പറിലും ടിവിയിലും ഒക്കെ കൊടുക്കാനും പറയുന്നു. പിന്നീട് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പൂജയും രഘുവും കൂടെ ഒരു മെക്കാനിക് ഷോപ്പിൽ വരുന്നതാണ്. അവിടെയുള്ള മെക്കാനിക് അവർക്ക് ആ ന്യൂസ് പേപ്പർ കാണിച്ചു കൊടുക്കുന്നു. അതിൽ ദീപകുമാറും പൂജയും വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടതിന് ശേഷം പൂജയും രഘുവും പൂർണ്ണമായി നിശബ്ദരാകുന്നു. കാരണം അവരുടെ ഇടയിൽ ഒരു ചെറിയ പ്രണയം വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് പിരിയാൻ പറ്റില്ല എന്ന ഒരു ഇത് അവർ രണ്ടുപേരുടെയും മനസ്സിൽ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിലേക്ക് ഇനി വെറും 3 മണിക്കൂർ ദൂരം മാത്രമുള്ളപ്പോഴാണ് വണ്ടിയുടെ ഡൈനാമോ കേടാവുന്നത്. അത് നന്നാക്കാൻ പണമില്ലാത്ത അവസ്ഥയിലാണ് അവർ. എങ്ങനെയെങ്കിലും രഘുവിനോടൊപ്പം അല്പം കൂടി സമയം ചെലവഴിക്കാൻ പൂജ ആഗ്രഹിക്കുന്നു. പൂജ രഘുവിനോട് നമുക്ക് മുറിയെടുത്ത് ഇവിടെ നിൽക്കാമെന്ന് പറയുന്നു. അവർ അവിടെയുള്ള ഒരു ഹോട്ടലിൽ ചെന്ന് തങ്ങൾ ഒരാഴ്ചത്തേക്ക് താമസിക്കാൻ വന്നതാണെന്ന് കള്ളം പറഞ്ഞ് ഒരു മുറി എടുക്കുന്നു. രാവിലെ പണം നൽകാതെ എങ്ങനെ രക്ഷപ്പെടും എന്ന് നാളെ രാവിലെ ആലോചിക്കാം എന്ന് രഘു പൂജയോട് പറയും. പൂജയുടെ ഈ പെരുമാറ്റം കണ്ട് രഘുവിന് വലിയ അത്ഭുതം തോന്നുന്നു. എന്തെന്നാൽ രഘു അവരോട് ചോദിക്കുന്നു, ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാൽ 3 മണിക്കൂറിനുള്ളിൽ നിന്റെ കാമുകൻ ദീപകുമാറിൻ്റെ അടുത്ത് എത്താമെന്ന് അറിഞ്ഞിട്ടും ഇതിനാണ് ഈ രാത്രി ഇവിടെ തന്നെ തങ്ങണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്ന് രഘു പൂജയോട് ചോദിക്കുന്നു. ഇന്നലെ വരെ തന്നെ ബാംഗ്ലൂരിൽ എത്തിക്കാൻ വല്ലാതെ തിരക്ക് കൂട്ടിയ പൂജയ്ക്ക് ഇപ്പോൾ എന്താണ് പറ്റിയത് എന്ന് രഘുവിന് മനസ്സിലാകുന്നില്ല. രഘുവിനെ പിരിയാൻ തൻ്റെ മനസ്സനുവദിക്കുന്നില്ല എന്ന യഥാർത്ഥ സത്യം ഒളിപ്പിച്ചു വെക്കാൻ പൂജ പുതിയൊരു കാരണം കണ്ടെത്തുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് അവർക്ക് അഡ്വാൻസ് വാങ്ങാതെ മുറി കൊടുത്തതിന് ഓണറിൻ്റെ വൈഫ് ഓണറിനോട് ചൂടാവുന്നതാണ്. ആരെയും ഇങ്ങനെ വിശ്വസിക്കരുത് എന്ന് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് അയാളോട് പറയുന്നു. അപ്പോൾ രഘുവിനെ കുറിച്ച് അയാൾ പറഞ്ഞു, അയാൾ ഒരു മാന്യനും വിവാഹിതനുമാണ്, സ്വന്തമായ ഒരു കാറുമുണ്ട്, അയാൾ നാളെ തന്നെ ക്യാഷ് തരും. ഇപ്പോൾ ആ സ്ത്രീ പറയുന്നു, അവനെപ്പോലുള്ള മാന്യന്മാരെ മനുഷ്യരാണ് പലപ്പോഴും ചതിക്കാറുള്ളത്, നമ്മളെയും ചതിക്കും എന്നൊക്കെ പറയുന്നു. ഈ സീനിൽ വീണ്ടും രഘുവിനെയും പൂജയും കാണിക്കുന്നു. പൂജയെ മറ്റൊരുത്തിന് വിട്ടുകൊടുക്കേണ്ടി വരുന്നതിൻ്റെ വിഷയം ഉള്ളിലൊതുക്കാൻ രഘുവിന് സാധിക്കുന്നില്ല. അവൻ ദീപകുമാറിനെ കുറിച്ചിട്ട് എന്തൊക്കെയോ ഓരോന്ന് പുലമ്പുന്നുണ്ട്. അവൻ മാന്യനല്ല, ചതിക്കും എന്നൊക്കെയാണ് രഘു അവനെക്കുറിച്ച് പറയുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൂജയോട് അവനുള്ള സംരക്ഷണ മനോഭാവമാണ്. രഘു പൂജയോട് പറയും, നാളെ നീ നിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന്. അവൻ ഇത് പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ വലിയൊരു നിരാശയുണ്ട്. തൻ്റെ ന്യൂസിനെ പറ്റിയ നല്ലൊരു വിചിത്ര കഥ കിട്ടിയെന്ന് പറഞ്ഞ് രഘു സ്വയം ആശ്വസിക്കാൻ നോക്കുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ എത്തിയാൽ എന്നെ കാണാൻ വരുമോ എന്ന് പൂജ പ്രതീക്ഷയോടെ രഘുവിനോട് ചോദിക്കുന്നു. അപ്പോൾ രഘു ദേഷ്യത്തോടെ പറഞ്ഞു, വിവാഹിതരായ സ്ത്രീകളെ കാണുന്ന ശീലം എനിക്കില്ല എന്ന്. അപ്പോൾ വീണ്ടും വീണ്ടും അവൾ പറയുന്നു, അതെ എന്നെ കാണാൻ വരില്ലേ എന്ന്. അപ്പോൾ അവൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ വരില്ല എന്ന്. നമ്മൾ തമ്മിലുള്ള എല്ലാ ഇതും ഇവിടെ തീരുമെന്ന് അവൻ ഉറപ്പിച്ചു പറയുന്നു. രഘുവിനെ നഷ്ടപ്പെടുമെന്ന് ഉറപ്പായതോടെ പൂജയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റാതാകുന്നു. നിനക്ക് എന്നെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചുകൂടെ, നമ്മൾ ഇനി ഒരിക്കലും കാണില്ല എന്ന് അവൾ ചോദിക്കുമ്പോൾ അവളോടുള്ള പ്രണയം പുറത്തു പറയാൻ കഴിയാതെ രഘു വീണ്ടും കാമുകനായ ദീപകിൻ്റെ പേര് പുറത്തെടുത്തിടുന്നു. നിനക്ക് ആ ദീപകിൻ്റെ അടുത്തേക്കല്ലേ പോകേണ്ടിയിരുന്നത്, നീ ഇപ്പോൾ ഇവിടെ എത്തി, ഇനി എന്താണ് പ്രശ്നം? ഈ മറുപടി കേട്ടിട്ട് പൂജ പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെ വളരെ മനോഹരമായ ഒരു ഗാനം ഉണ്ടാകുന്നു. ആ പാട്ട് കഴിഞ്ഞിട്ട് അവസാനം അവൾ രഘുവിനെ കെട്ടിപ്പിടിച്ചിട്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന രഘു, എനിക്ക് നീ അല്ലാതെ വേറെ ആരും വേണ്ട. അപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്, എന്നെ നീ ഒരിക്കലും വിട്ടുപോകരുത്, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പറയുന്നു, നീ എന്താണ് ചിന്തിക്കുന്നത് എനിക്കറിയാം, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട രഘു, നമുക്ക് എങ്ങോട്ടേലും ഒളിച്ചോടാം, എല്ലാം ശരിയാകും രഘു, എനിക്ക് നിന്നെയാണ് ഇഷ്ടം, ഐ ലവ് യു എന്നൊക്കെ പൂജ പറയുന്നു. അപ്പോൾ രഘു പറയുന്നു, നീ വട്ട് കാണിക്കാതെ പോയി കിടന്നുറങ്ങും. അങ്ങനെ രഘു അവളെ എതിർത്തപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ഓടുകയും അവളെ കട്ടിൽ കിടന്ന് കരയുകയും പിന്നീട് അവൾ ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. രഘു അപ്പോഴും നിശബ്ദനായി തുടരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പൂജ ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ തനിക്കും പൂജയോട് പ്രണയമുണ്ടെന്ന് രഘു പതുക്കെ തിരിച്ചറിയുന്നതാണ്. അവൻ പൂജയ്ക്കായി ഒരു ചെറിയ കത്ത് എഴുതുന്നു. താൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നും പണത്തിനുള്ള സൗകര്യം ഏർപ്പാടാക്കിയ ശേഷം രാവിലെ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകാമെന്നും അവൻ ആ കത്തിൽ എഴുതുന്നു. അവൻ ആ കത്ത് പൂജ കിടക്കുന്ന പുതപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങുന്നു. പിന്നീട് രഘു അവിടെ നിന്ന് അവൻ്റെ ബോസിൻ്റെ അടുത്തേക്ക് എത്തുന്നു. രഘു അവൻ്റെ സ്ഥാപനത്തിലേക്ക് പോവുകയാണ്.
അവിടെ മിസ്റ്റർ ശർമ്മ ദയവായി ശാന്തനാകൂ എന്നൊക്കെ പറഞ്ഞ് രഘു അയാളെ സമാധാനിപ്പിക്കുന്നു. അയാൾ രഘുവിനെ കണ്ടപ്പോൾ എനിക്ക് നിന്റെ മുഖം കണ്ട, നീ പുറത്തു പോടാ എന്നൊക്കെ പറയുന്നു. അപ്പോൾ രഘു പറഞ്ഞു, എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കൂ, എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഈ നഗരത്തിൽ എത്രയോ പത്രസ്ഥാപനങ്ങളുണ്ടായിട്ടും ഞാൻ നിങ്ങളുടെ കീഴിൽ തന്നെയല്ലേ ജോലി ചെയ്യുന്നത്. സെൻസേഷനിലായ ഒരു വാർത്ത കിട്ടിയാൽ ഞാൻ നേരെ നിങ്ങളുടെ അടുത്തേക്കല്ലേ കൊണ്ടുവരാറുള്ളത്. ഇന്ന് എനിക്ക് പുതിയതും വമ്പിച്ചതുമായ ഒരു വാർത്ത ലഭിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നു. അപ്പോൾ പൂജയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ശർമ്മയോട് രഘു പറയുന്നു. അപ്പോൾ ശർമ്മ ഇത് വിശ്വസിക്കുന്നില്ല. പിന്നീട് അയാളെ വിശ്വസിക്കുന്നു. എന്നിട്ട് പറയുന്നു, പൂജ ദീപക്കിനെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല, അതാണ് എനിക്ക് തരാനുള്ള ന്യൂസ് എന്ന് പറയും. അയാളെ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. എല്ലാവരും കല്യാണം ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ രഘു അന്ന് അത് നടക്കില്ലെന്ന് പറയുന്നത് കേട്ട് എഡിറ്റർക്ക് ആകെ സംശയമാകുന്നു. നീ മദ്യപിച്ചിട്ട് വല്ലതും പറയുകയാണോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ രഘു മുഴുവൻ കോൺഫിഡൻറ്റോടു കൂടി പറയുന്നു, ഇത് നാളെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ സെൻസേഷണൽ വാർത്തയായിരിക്കുമെന്ന്. പൂജയ്ക്ക് രഘുവിൻ്റെ മേലുള്ള പ്രണയത്തിൽ അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് അവൻ ഈ വാർത്ത നൽകുന്നത്. അങ്ങനെ പൂജ ദീപക്കിനെ കല്യാണം കഴിക്കുന്നില്ലെന്ന വമ്പൻ ബ്രേക്കിംഗ് ന്യൂസ് പത്രത്തിൽ നൽകാൻ വേണ്ടി രഘു തന്റെ എഡിറ്ററോട് 10,000 രൂപ ആവശ്യപ്പെടുന്നു. ഈ പണം ഉപയോഗിച്ച് ഹോട്ടലിലെ കടം തീർക്കാനും പൂജയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുമാണ് അവൻ പ്ലാൻ ചെയ്തത്. എന്നാൽ രഘുവിനെ പൂർണ്ണമായി വിശ്വസിക്കാത്ത എഡിറ്റർ അവനെ ഒരു ചതിനെന്ന് വിളിക്കുകയും വാർത്ത തെറ്റാണെങ്കിൽ തന്റെ കരിയർ തകരുമെന്ന് പേടിക്കുകയും ചെയ്യുന്നു. ഇതുപോലുള്ള വ്യാജ വാർത്ത നൽകിയാൽ തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്നും ജയിലിലടക്കുമെന്നും എഡിറ്റർ രഘുവിനോട് പറയുന്നു. അപ്പോഴൊക്കെ രഘു വളരെ കൂളായി ഈ വാർത്തയുടെ സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കുന്നു. പണം ആദ്യം തന്നാലേ വാർത്ത മുഴുവൻ പറയൂ എന്ന് രഘു വാശി പിടിക്കുമ്പോൾ വാർത്ത ആദ്യം പറഞ്ഞാലേ പണം തരുമെന്ന് എഡിറ്റർ നിലപാടെടുക്കുന്നു. ഒടുവിൽ എഡിറ്റർ ദേഷ്യത്തോടെ അവൾ ആരെയാണ് വിവാഹം കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രഘു ആ മാസം മറുപടി നൽകുന്നു, അവൾ എന്നെയാണ് വിവാഹം കഴിക്കുന്നത്. ഇത് കേട്ട് രഘുവിന് വട്ടാണെന്ന് പറഞ്ഞിട്ട് എഡിറ്റർ രഘുവിനോട് ഓഫീസിൽ നിന്ന് പോകാൻ ആവശ്യപ്പെടുന്നു. പിന്നീട് എഡിറ്റർ അത് വിശ്വസിക്കുന്നു. എന്നിട്ട് രഘുവിന് 10,000 രൂപയും കൊടുക്കുന്നു. അവൻ അതുമായിട്ട് പൂജയുടെ രഘുവിന്റെ വാക്കുകൾ കേട്ടതിന് ശേഷം എഡിറ്ററായ മിസ്റ്റർ ശർമ്മക്ക് ഇതിന്റെ പിന്നിലെ ആ ആഴം മനസ്സിലാവുകയാണ്. കോടീശ്വരനായ ധരംചന്ദിന്റെ മകൾ അച്ഛനോട് പിണങ്ങി ഒളിച്ചോടിയതും വഴി വെച്ചൊരു പത്രപ്രവർത്തകനുമായി പ്രണയത്തിലായതുമായി ഈ കഥ തന്റെ പത്രത്തിന് വൻ ജനപ്രീതി നേടിക്കൊടുക്കുന്ന ഒരു ഒന്നാന്തരം സെൻസേഷണൽ വാർത്തയാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അങ്ങനെ അദ്ദേഹം ഒരുപാട് സന്തോഷിക്കുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഹോട്ടലുടമ രാവിലെ വന്ന് പൂജയെ ഉണർത്തുന്നതാണ്. ആ സമയത്ത് രഘു എഴുതി വെച്ച കത്ത് എവിടെയോ വീണു പോകുന്നു. അതിനാൽ പൂജയ്ക്ക് അത് കണ്ടെത്താൻ കഴിയുന്നില്ല. അവൾക്ക് രഘുവിനെ കണ്ടെത്താൻ കഴിയാതെ വരികയും പൂജയോട് പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു. തന്റെ കയ്യിൽ പണമില്ലെന്ന് പൂജ പറയുന്നു. അവർ പൂജയെ അപമാനിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നു. രഘുവിന് തന്നോട് പ്രണയമില്ലെന്നും അതുകൊണ്ടാണ് അവൻ തന്നെ ഉപേക്ഷിച്ചു പോയതെന്നും പൂജയ്ക്ക് തോന്നുന്നു. അവൾ അവളുടെ അച്ഛനെ വിളിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് രഘുവിനെയാണ്. അവൻ വരുന്ന വഴിയിൽ വെച്ചിട്ട് ഒരു കല്യാണ ആഘോഷം കാണുന്നു. അവിടെ വെച്ചൊരു മനോഹര ഗാനമുണ്ട്. ആ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് അവൻ വരുന്ന വഴിയിൽ വെച്ച് പൂജ അച്ഛനോടൊപ്പം പോകുന്നത് അവൻ കാണുന്നു. പൂജ അവളുടെ മനസ്സ് മാറ്റിയെന്നും ഇനി അവൾ ദീപകിനെ കല്യാണം കഴിക്കുമെന്നും രഘുവിന് മനസ്സിലാവുന്നു. ഇങ്ങനെ അവർ രണ്ടുപേർക്കും ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം പൂജ വളരെ നിശബ്ദയായി തുടരുന്നു. അത് മനസ്സിലാക്കി അവളുടെ അച്ഛൻ എന്താണ് കാരണമെന്ന് ചോദിക്കുന്നു. അവളുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ അവളോട് സംസാരിക്കുമ്പോൾ നിനക്കിഷ്ടമില്ല വിവാഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പൊട്ടിക്കരയുകയും രഘുവിനെ കുറിച്ചിട്ട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് കേട്ടതും ധരംചന്ദിനെ വളരെ ഹാപ്പി ആകുന്നു. രഘുവിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അയാൾ വളരെ എക്സൈറ്റ്മെന്റ് ആകുന്നു. കാരണം അയാൾക്ക് ദീപക് കുമാറിനെ തീരെ ഇഷ്ടമില്ലല്ലോ. പക്ഷെ പൂജ പറയുന്നു, ഇനി ഞാൻ അവനെ വെറുക്കുന്നു എന്നൊക്കെ പറയുന്നു. യാത്രയിലുടനീളം സംരക്ഷിച്ച താൻ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന രഘുവിനെ കുറിച്ചുള്ള മുഴുവൻ സത്യങ്ങളും അവൾ തന്റെ അച്ഛനോട് തുറന്നു പറയുന്നു. ധരംചന്ദ് അതിൽ സന്തുഷ്ടനാകുന്നുണ്ടെങ്കിലും പൂജ തന്റെ ഈഗോ കാരണം അച്ഛനോട് കള്ളം പറയുകയാണ്. പൂജ അദ്ദേഹത്തോട് പറയുന്നു, എനിക്ക് രഘുവിനോട് പ്രണയമില്ലെന്ന്. ധരംചന്ദിന് രഘുവിൽ നിന്ന് ഒരു കത്ത് ലഭിക്കുന്നു. അതിൽ രഘു അദ്ദേഹവുമായി ചില കണക്കുകൾ തീർക്കുന്നതിനെ കുറിച്ച് സംസാരിക്കും. ധരംചന്ദ് ഈ കത്ത് പൂജയ്ക്ക് കാണിച്ചു കൊടുക്കുകയും പ്രതിഫല തുകയ്ക്ക് വേണ്ടിയാണ് രഘു ഈ കത്ത് അവളുടെ അച്ഛൻ നൽകിയതെന്ന് പൂജയോട് പറയുന്നത് നമ്മൾ കാണുന്നു. ഇത് കേട്ട് അവൾക്ക് രഘുവിനോട് ദേഷ്യം ഇരട്ടിയാകുന്നു. രഘുവും പണത്തിന് പുറകെ പോകുന്ന മറ്റു കള്ളന്മാരെ പോലെ ഒരാളാണെന്ന് കരുതി പൂജയ്ക്ക് അവനോട് കടുത്ത ദേഷ്യം വരുന്നു. അതിനുശേഷം ദീപകും പൂജയും കൂടെ ഡൽഹി തൂഫാൻ പത്രസ്ഥാപനത്തിന്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൽ അവരാണ് സെലിബ്രിറ്റി ആയിട്ട് പങ്കെടുക്കുന്നത്. അങ്ങനെ അവർ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അവിടെ രഘുവും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് നല്ലൊരു പാട്ടുണ്ട്. ആ പാട്ടിൽ രണ്ടുപേരും നന്നായി അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു. പിറ്റേന്ന് പൂജയുടെ വിവാഹ ദിവസം ധരംചന്ദ് ഫോണിൽ വിളിച്ചിട്ട് റിവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടും കല്യാണം കൂടാൻ വേണ്ടിയിട്ടും അവനെ ക്ഷണിക്കുന്നു. വിവാഹ ദിവസം ധരംചന്ദിന്റെ വീട്ടിലെത്തുന്ന രഘു ധരംചന്ദ് വിചാരിച്ച പോലെ 1,00,000 രൂപയുടെ റിവാർഡ് വാങ്ങാനല്ല അവൻ വന്നത്. യാത്രയിലുടനീളം താനും പൂജയും കൂടി ചിലവാക്കിയ പണത്തിന്റെ കൃത്യമായ കണക്കുകൾ അടങ്ങിയ ഒരു ബില്ലാണ് അവൻ കൊടുക്കുന്നത്. അതിന്റെ ആകെ തുക വെറും 6,999 രൂപ മാത്രമായിരുന്നു. പൂജയെ സുരക്ഷിതമായി എത്തിച്ചതിന് 1,00,000 രൂപ പ്രതിഫലം തരാമെന്ന് ധരംചന്ദ് പറയുമ്പോൾ രഘു അത് ശക്തമായി നിരസിക്കുന്നു. തനിക്ക് നിങ്ങളുടെ കോടികളോ പ്രതിഫലമോ തുകയോ വേണ്ട, താൻ ചിലവാക്കിയ ഈ ചെറിയ തുക മാത്രം തന്നാൽ മതിയെന്നും അവൻ പറയുമ്പോൾ ധരംചന്ദ് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. പണത്തേക്കാൾ രഘു വിലമതിക്കുന്നത് പൂജയോടുള്ള ബന്ധമാണെന്ന് ധരംചന്ദ് മനസ്സിലാക്കുന്നു. ലക്ഷ്യങ്ങൾ വേണ്ടെന്ന് വെച്ച രഘുവിന്റെ ഈ പ്രകൃതം കാണുമ്പോൾ രഘുവിന് പൂജയോട് ആത്മാർത്ഥ പ്രണയമുണ്ടെന്ന് ധരംചന്ദ് ഉറപ്പിക്കുന്നു. ശേഷം രഘു പോകുമ്പോൾ അവനോട് കുറേ വട്ടം ചോദിക്കുന്നു, നിനക്ക് എൻ്റെ മോളോട് പ്രണയമാണോ എന്ന്. അവസാനം
രഘു പറയുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വരുമ്പോൾ പൂജയെ കാണുന്നു. പൂജ അവൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, നിനക്ക് കിട്ടാനുള്ള പൈസ ഒക്കെ കിട്ടിയല്ലേ, സന്തോഷമായല്ലോ, കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞു. അപ്പോൾ അവൻ തിരിച്ചു വന്നു, നിനക്കും കൺഗ്രാറ്റുലേഷൻസ് എന്ന്. അപ്പോൾ അവൾ ചോദിക്കുന്നു, നീ ഇവിടെ കല്യാണത്തിന് നിൽക്കുന്നില്ലേ, ഈ ഇത്രയും വലിയ കല്യാണം നീ കണ്ടിട്ടുണ്ടാവില്ല, അത് കണ്ടിട്ട് പോയിക്കോ. അവൻ എന്തോ കളിയാക്കിയിട്ട് അവിടുന്ന് പോകും, അവളെ കളിയാക്കിയിട്ട് പോകുന്നു. ശേഷം രഘു പൂജയെ പ്രണയിക്കുന്നുണ്ടെന്ന സത്യം മനസ്സിലാക്കിയപ്പോൾ ധരംചന്ദ് നേരെ പൂജയുടെ അടുത്തേക്ക് ചെല്ലുകയും രഘുവിന് നിന്നോട് വലിയ പ്രണയമാണെന്ന കാര്യം അവളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. തൻ്റെ മകൾക്ക് ഏറ്റവും അനുയോജ്യനായ പങ്കാളി ഈ രഘു തന്നെയാണെന്ന് ധരംചന്ദ് തിരിച്ചറിയുന്ന നിമിഷമായിരുന്നത്. ധരംചന്ദ് പറയുന്നു, അവന് വന്നത് സമ്മാനത്തുകയ്ക്ക് വേണ്ടിയിട്ടല്ല, അവന് ചിലവായ ക്യാഷ് മാത്രം മേടിക്കാനാണെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ധരംചന്ദ് പൂജയോട് കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോവാൻ വേണ്ടി പറയുന്നു. പൂജ ആദ്യം നിശബ്ദയായി തുടരുന്നു. എന്നാൽ പിന്നീട് അവൾ കല്യാണ മണ്ഡപത്തിലേക്ക് പോകുമ്പോൾ രഘുവുമായി ചിലവഴിച്ച എല്ലാ കാര്യങ്ങളും അവൾ ഓർക്കാൻ തുടങ്ങുന്നു. അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പിന്നീട് അപ്പോൾ ധരംചന്ദ് സന്തോഷം കൊണ്ട് എൻ്റെ മകൾ രക്ഷപ്പെട്ടു എന്ന് സന്തോഷത്തോടെ വിളിച്ചു പറയുന്നു. ദീപകുമാർ അവളെ പിന്നാലെ ഓടുന്നു. പൂജ നീ പോവല്ലേ പറഞ്ഞിട്ട് പിന്നാലെ ഓടുന്നു. ഒരു വാനിൽ കയറി പോകുന്നു. അവളുടെ അച്ഛൻ ഒരു വാന് ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ശേഷം അവൾ ബസ്സിൽ കയറിയിരിക്കുന്ന സീനാണ് കാണുന്നത്. അപ്പോൾ രഘു ഇങ്ങനെ നടന്നു. രഘു പെട്ടെന്ന് ബസ്സിൽ കയറുമ്പോൾ പൂജ ഇരിക്കുന്നത് കാണുന്നു. രഘുവിനെ അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് വന്നത്. പൂജ പറഞ്ഞു, എനിക്ക് ബോംബെ വരെ ഒന്ന് പോകണം, നീ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു.